ഏവർക്കും നല്ലൊരു പ്രഭാതം സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ വിശുദ്ധ കുർബാന മധ്യ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വളരെ സുന്ദരമാണ്. ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ക്ഷണിക്കേണ്ടത് ആരെക്കുറിച്ച് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഈശോ പറയാണ്, നീ ക്ഷണിക്കേണ്ടത് നിനക്ക് തിരിച്ചു തരുമെന്ന് ഉറപ്പില്ലാത്തവരെയാണ്. നമുക്ക് ഈ സദ്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ സൗഹൃദങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഞാൻ ആരെയാണ് സുഹൃത്താക്കി വെച്ചിട്ടുള്ളത്? മിക്കവാറും നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ളവർ, നല്ല സ്ഥാനമാനങ്ങളിലിരിക്കുന്നവർ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവർ നമ്മൾ മിക്കവാറും സെലക്ട് ചെയ്യണത് അങ്ങനെയാണ്. എൻ്റെ ബെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് ഉപകാരം ഉണ്ടെന്നുള്ളതാണ്. എനിക്കൊരു ഉപകാരമില്ലാത്ത ആരും ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അവിടെയാണ് ക്രിസ്തു പറയുന്നത്, എനിക്ക് തിരിച്ചൊന്നും കിട്ടില്ല. നീ ഒരു സുഹൃത്തിന് വേണ്ടി സമയം ചെലവഴിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവന് തിരിച്ചു തരാൻ ഒന്നുമില്ല. അവന് വേണ്ടി നീ സമയം ചെലവഴിക്കുമ്പോൾ, അവന് വേണ്ടി നീ പണം ചെലവഴിക്കുമ്പോൾ, അവന് വേണ്ടി നിന്റെ ആരോഗ്യം ചെലവഴിക്കുമ്പോൾ നീ ശരിക്കും പറഞ്ഞൊരു ആത്മീയനായിട്ട് മാറുന്നുണ്ടെന്ന്. ഈ വിരുന്നിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് പതിയെ മാറ്റി അതിനൊന്ന് സൗഹൃദത്തിന്റെ തലത്തിലേക്കൊന്ന് കാഴ്ചെടുക്കാം. നീ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് ഇത്തരം മനുഷ്യരെയാണ്. അവർക്കൊന്നും തരാനുണ്ടാവില്ല, അവർക്കൊന്നും തിരിച്ചു തരാനുണ്ടാവില്ല, അവർക്ക് നിന്റെ ജീവിതത്തിലൊന്നും ചേർത്ത് പിടിക്കാൻ ഒന്നും പറ്റാത്ത മനുഷ്യരായിരിക്കും ചിലപ്പോൾ നിന്റെ വാർദ്ധക്യത്തിലായി നിന്റെ മാതാപിതാക്കൾ പോലും ആവാം. അവരെയൊക്കെ നീ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ ക്രിസ്തു പറയാണ്, ഇവരെയൊക്കെ ഒന്ന് പതിയെ നീ ചേർത്ത് പിടിക്കണം. നിനക്ക് തിരിച്ചു കിട്ടില്ല അവരുടെ ഇന്ന് സ്നേഹം, അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് നിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. നിനക്ക് സ്ഥാനമാനങ്ങൾ കൊണ്ട് നിന്നെ സമൂഹത്തിൽ നിന്നെ ഉന്നതനാക്കുമൊന്നുമില്ല. എന്നോട് കൂട്ടുണ്ട് എന്നതുകൊണ്ട് സമൂഹത്തിൽ ആരും നിന്നെ അംഗീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഇവരെ നീ ചേർത്ത് പിടിക്കുന്നതിലൂടെ സംഭവിക്കുന്ന കാര്യം, ഈ ദൈവത്തിൻ്റെ ചില കയ്യൊപ്പുകൾ നിന്റെ ഹൃദയത്തിൽ നിനക്ക് കോരിയിടാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു ക്രിസ്തുവായി മാറാൻ പറ്റുമെന്നുള്ളതാണ്. തിരിച്ചൊന്നും കിട്ടാതെ എനിക്ക് കൊടുക്കാൻ, ഹൃദയം നിറച്ച് കൊടുക്കാൻ കഴിയുന്നിടത്താണ് ശരിക്കും എൻ്റെ ഉള്ളിലെ സ്നേഹം യഥാർത്ഥത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്. മറ്റേത് എല്ലാം തന്നെ കണക്കുകൂട്ടലുകളുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന് ശുദ്ധമായ പ്രണയത്തിൻ്റെ ഭാഷയില്ലെന്നുള്ളതാണ്. ഈ ഒരു നോമ്പ് കാലത്ത് ഈ ഒരു ശുദ്ധമായ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ഭാഷ നമുക്കറിയാൻ പറ്റട്ടെ. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത്, എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത്, എൻ്റെ കൂട്ടുകാരെ സെലക്ട് ചെയ്യുന്നത് ഒക്കെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല. എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത് പോലും നാളെ ഇവരെന്നെ നോക്കുമോ, എൻ്റെ വാർദ്ധക്യത്തിൽ എന്നെ ചേർത്ത് പിടിക്കുമോ നോക്കിയിട്ടൊന്നുമല്ല. എന്നെ കൊണ്ടാവുന്നത് പോലെ സ്നേഹിക്കുക. അവർ നോക്കിയാലും ഇല്ലെങ്കിലും അമ്മ എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു നല്ല സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ശുദ്ധാക്ഷരങ്ങൾ കുറിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.